സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററിലെ കുറച്ചും കൂടി എക്സ്ട്രാ പ്രോബ്ലംസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്യുന്നു കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ മോഡ് ഓഫ് ദ following data is 7, then find the value of k. ഒരു പ്രാവശ്യം കൂടി വായിക്കാം. If the mode of the following data is 7, then find the value of k. അതാണ് പ്രോബ്ലം. ഡാറ്റാസ് തന്നിട്ടുണ്ട്, വാല്യൂസ് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. 2, 4, 6, 7, 5, 6, 10, 6, 7, 2k plus 1, 9, 7, 13. ഇപ്പോൾ കുറേ നമ്പേഴ്സ് അവർ തന്നിട്ടുണ്ട്, കുറേ ടേംസ് തന്നിട്ടുണ്ട്. ഇതിലെ മോഡ് എന്ന് പറയുന്നത് 7 ആണെന്ന് അവർ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ മോഡ് ഈസ് ഗിവൺ, ഇറ്റ് ഈസ് 7. വാട്ട് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ഈസ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ മോഡ് ഓൾറെഡി തന്നിട്ട് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനിൽ. നമുക്ക് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ ആണ് എന്ത് മോഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മോഡ് എന്ന് പറഞ്ഞാൽ ഏതാ? മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ ആണ്. അപ്പോൾ മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ ആണ് മോഡെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യണ വാല്യൂ ഏതായിരിക്കണം? 7 ആയിരിക്കണം. എങ്കിലാണ് മോഡ് 7 ആവുള്ളൂ. കാരണം മോഡ് 7 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഈ സീരീസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യണ വാല്യൂ ഏതായിരിക്കണം? 7 ആയിരിക്കണം. നോക്കൂ, ഇവിടെ ഒരു 7 ഉണ്ട്, ഇവിടെ ഒരു 7 ഉണ്ട്, ഇവിടെ ഒരു 7 ഉണ്ട് അല്ലേ. പക്ഷെ നമുക്കറിയാം 6 എന്ന് പറഞ്ഞ ടേം എത്ര എണ്ണം ഉണ്ട്? 3 ടേംസ് ഉണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ 2k plus 1 എന്ന് പറയുന്ന ടേം എന്തായിരിക്കണം? 7 ആയിരിക്കണം. എങ്കിൽ മാത്രമേ മോഡ് ഏതാന്ന് പറയാൻ പറ്റുള്ളൂ? 7 ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മോഡ് 7 ആവണമെങ്കിൽ ഒരു വാല്യൂയും കൂടി 7 ആയിരിക്കണം. അപ്പം ഇനി ഏതാണ് 7 ആവാൻ പറ്റുന്ന വാല്യൂ? 2k plus 1. അത് എന്തായിരിക്കണം? 7 ആയിരിക്കണം. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇതിൽ മോഡ് 7 ആവണമെങ്കിൽ 2k plus 1 എന്ന് പറയുന്ന ടേം എന്തായിരിക്കണം? 7 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. 2k plus 1 is equal to എന്തായിരിക്കും? 7. റീസൺ ഞാൻ പറഞ്ഞു. 3 6 ഉണ്ട്, നമുക്ക് 3 6 ഉണ്ട്, 3 7 ഉണ്ട്. അപ്പോൾ മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ ആണ് മോഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2k plus 1 എന്ന് പറയുന്നത് 7 ആയാൽ മാത്രമേ മോഡ് എന്താവുള്ളൂ? 7 ആവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2k plus 1 is equal to 7. അതിൽ നിന്ന് 2k is equal to 1 അപ്പുറത്തേക്ക് കൊണ്ടുപോയ 7 മൈനസ് 1 ആയി അല്ലേ. 2k is equal to 6. k is equal to എന്താ വരിക? 6/2 which will be equal to 3. നോക്കൂ, kയുടെ വാല്യൂ കിട്ടി. എത്രയാ? 3. സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. പക്ഷെ പ്രോബ്ലം കാണുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മോഡ് 7 ആണെങ്കിൽ ആ 2k plus 1ൻ്റെ വാല്യൂ എന്തായിരിക്കണം? 7 ആയിരിക്കണം. അത് ഇക്വേറ്റ് ചെയ്താൽ അതിൽ നിന്ന് kയുടെ വാല്യൂ കിട്ടാം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ചെയ്തത്. വേറൊരു പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ തന്നെയാണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണമെന്ന് മാത്രം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് മോഡ് ഈസ് ഈക്വൽ ടു 80, mean is equal to 110, then find the median. ഇവിടെ നമുക്കറിയാം 2 ആവറേജ് തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ മീഡിയൻ. മീഡിയൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 ആവറേജും തമ്മിൽ കണക്ട് ചെയ്യണ ഒരേ ഒരു ഫോർമുല ഉള്ളൂ. അതേതാ? എംപിരിക്കൽ ഫോർമുല അല്ലേ. ഏതായിരുന്നു ഫോർമുല? മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ എന്ന് പറയുന്ന ഫോർമുലയാണ് ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്യണ ഒരേ ഒരു ഫോർമുല. അപ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 3 ആവറേജസ് എന്ന് ചോദിച്ചാലും ഇതേ ഫോർമുല തന്നെയാണ് പറയേണ്ടത്. മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ആ ഫോർമുലയിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മോഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാ? 80 അല്ലേ. ഇസ് ഈക്വൽ ടു 3 മീഡിയൻ. മീഡിയൻ അറിയില്ല, അതുകൊണ്ട് മീഡിയൻ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് 2 മീൻ. മീനിൻ്റെ വാല്യൂ എത്രയാ? 110. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
അപ്പോൾ മോഡിന് വാല്യൂ കൊടുത്തു ഫോർമുലയിൽ, മീനിന് വാല്യൂ കൊടുത്തു, മീഡിയൻ അതുപോലെ തന്നെ എഴുതി. 80 ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 ഇൻറ്റു 110 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 220 ആണ് അല്ലേ. ഈ മൈനസ് ടേമിനെ നെക്സ്റ്റ് ടേമിലെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 80 പ്ലസ് 220 ഈസ് ഈക്വൽ ടു 3 മീഡിയൻ എന്ന് പറയാം. 220 80 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയായി? 300 ഈസ് ഈക്വൽ ടു 3 മീഡിയൻ. 3 മീഡിയൻ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു മീഡിയൻ എന്നാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 3നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. മീഡിയൻ മാത്രമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ മീഡിയൻ മാത്രം ഒരു സൈഡിൽ നിർത്താം. 3നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ 300 മൾട്ടിപ്ലിക്കേഷൻ മാറി എന്താവും? ഡിവിഷൻ ആവും അല്ലേ. ഈസ് ഈക്വൽ ടു മീഡിയൻ എന്നായി. 300നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി എത്ര ടൈംസാ? 100 ടൈംസ് അല്ലേ. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? മീഡിയൻ ഈസ് ഈക്വൽ ടു 100. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് എന്തിനാ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് വെച്ചാൽ, ഏതെങ്കിലും 2 ആവറേജ് തന്നിട്ട് തേർഡ് ആവറേജ് കാണാനായിട്ട് ചോദിച്ചാലും എല്ലാം ഏത് ഫോർമുല വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്? എംപിരിക്കൽ റിലേഷൻഷിപ്പ്. എന്താ ഫോർമുല? മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ആ ഫോർമുല ഉപയോഗിച്ച് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നത് തേർഡ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. The mean of 5 numbers. Third question ആണ്. The mean of 5 numbers x comma x plus 3 comma x plus 6 comma x plus 9 comma x plus 12 is 9. Find numbers. Find the numbers. Question ഇതാണ്. Mean of 5 numbers. ഏതൊക്കെയാണ് 5 numbers എന്ന് പറഞ്ഞാൽ? ഒന്ന് x, ഒന്ന് ഏതാ? x plus 3, ഒന്ന് ഏതാ? x plus 6, next x plus 9, next x plus 12 is 9. അപ്പോൾ ഈ 5 നമ്പേഴ്സിൻ്റെ മീൻ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയണത്? 9 ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് യു നീഡ് ടു ഡു ഈസ് ഫൈൻഡ് നമ്പേഴ്സ്. ഈ നമ്പേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഈ നമ്പേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിക്കണം അല്ലേ. എന്നാലാണ് നമുക്ക് നമ്പേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നോക്കൂ, മീനാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്കറിയാം മീൻ എന്ന് കണ്ടുപിടിക്കാൻ 3 സീരീസ് ഉണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ, ഒന്ന് ഡിസ്ക്രീറ്റ്, ഒന്ന് കണ്ടിന്യൂസ്. ഇവിടെ വാല്യൂസ് മാത്രമല്ലേ തന്നിട്ടുള്ളൂ. വാല്യൂസ് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ ഏത് സീരീസാ? ഇൻഡിവിജ്വൽ സീരീസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ മീൻ ഓഫ് 5 നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത് 9. അപ്പോൾ മീൻ ഈസ് ഗിവൺ, ഇറ്റ് ഈസ് ഈക്വൽ ടു 9. ക്വസ്റ്റ്യനിൽ മീൻ തന്നിട്ടുണ്ട് 9 ആണെന്ന് അല്ലേ. നല്ലോണം ശ്രദ്ധിക്കണം, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മീൻ 9 ആണെന്ന് തന്നിട്ടുണ്ട്. മീൻ കാണാൻ ഇൻഡിവിജ്വൽ സീരീസിൽ ഫോർമുല നമുക്കറിയാം. ഏതാ? സിഗ്മ എക്സ് ബൈ എൻ. മീൻ കാണണമെങ്കിൽ ഇൻഡിവിജ്വൽ സീരീസിൽ ആവശ്യം ഏതാ? സം ആണ് അല്ലേ. സം ഓഫ് വാല്യൂസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. സം ഓഫ് വാല്യൂസ് കിട്ടിയാലാണ് മീൻ കിട്ടുക. അപ്പോൾ സിഗ്മ എക്സ് ബൈ എൻ എന്ന് പറയുന്നതാണ് എത്ര? 9. മീൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ബൈ എൻ ആണ് അല്ലേ ഫോർമുല. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 9. സോ വി ക്യാൻ സേ ദാറ്റ് സിഗ്മ എക്സ് ബൈ എൻ ഈസ് ഈക്വൽ ടു 9. ഇനി നോക്കൂ, ഇവിടെ നമ്പർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 5 അല്ലേ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം? സിഗ്മ എക്സ് ബൈ 5 ഈസ് ഈക്വൽ ടു 9. എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര നമ്പേഴ്സാ? 5 നമ്പേഴ്സ്. അപ്പോൾ സിഗ്മ എക്സ് ബൈ 5 ഈസ് ഈക്വൽ ടു 9. അതിൽ നിന്ന് നിങ്ങൾക്ക് സമ്മ് കണ്ടുപിടിക്കാം. സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു, ഡിവിഷൻ മാറിയിട്ട് അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മീൻ കണ്ടുപിടിക്കാനായിട്ട് മീൻ തന്നിട്ട് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഏതാണ് നമുക്ക് ആദ്യം ആവശ്യം? സിഗ്മ എക്സ് കണ്ടുപിടിക്കണം. അപ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് മറ്റു വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ സിഗ്മ എക്സ് വിൽ ബി ഈക്വൽ ടു 9 ഇൻറ്റു 5 എന്ന് കിട്ടി അല്ലേ. സം ഓഫ് all the 5 values, that will be equal to 95. 9 into 5 which will be equal to 45. നോക്കൂ, സം ഓഫ് വാല്യൂസ് നമുക്ക് കിട്ടി എത്രയാ? 45. സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു 45 ആണ് അല്ലേ. ഇനി നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാ? എക്സ്, നെക്സ്റ്റ് ഏതാ? എക്സ് പ്ലസ് 3, അതിൻ്റെ സമ്മാണ് നമ്മൾ കണ്ടുപിടിച്ചത്, ഇപ്പോൾ കിട്ടിയത് 45. എക്സ് പ്ലസ് 6, നെക്സ്റ്റ് ഏതാ? എക്സ് പ്ലസ് 9,
വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 5 വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ആ 5 വാല്യൂസിൻ്റെ സമ്മാണ് എത്ര കിട്ടിയിട്ടുള്ളത്? 45. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 3 പ്ലസ് എക്സ് പ്ലസ് 6 പ്ലസ് എക്സ് പ്ലസ് 9 പ്ലസ് എക്സ് പ്ലസ് 12 that will be equal to ഈ 5 വാല്യൂസും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇതാണ് ഫസ്റ്റ് വാല്യൂ, സെക്കൻഡ് വാല്യൂ, തേർഡ് വാല്യൂ, ഫോർത്ത് വാല്യൂ, ഫിഫ്ത്ത് വാല്യൂ. ഈ 5 വാല്യൂസും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടുമെന്നാണ് നമുക്കിപ്പോൾ കണ്ടുപിടിച്ചത്? 45 ആയിരിക്കും അതിൻ്റെ സം. അതാണ് നമുക്ക് കിട്ടിയത്. മനസ്സിലായ? ഈ കിട്ടിയിട്ടുള്ള 45 എന്ന് പറഞ്ഞാൽ ഏതാ? ഈ 5 വാല്യൂസിൻ്റെ സമ്മാണ് എത്ര? 45 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ ഒരു 1x ഉണ്ട്, ഇവിടെ ഒരു 1x ഉണ്ട്, 1x ഉണ്ട്, 1x ഉണ്ട്, 1x ഉണ്ട്. എക്സ് എത്ര എണ്ണം ഉണ്ട്? 5 അല്ലേ. അപ്പോൾ 5xകൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് എഴുതാം? 5xi. 1x, 2x, 3x, 4x, 5x ആഡ് ചെയ്യുമ്പോൾ 5x9 പ്ലസ് നമ്പേഴ്സ് വേറെ ആഡ് ചെയ്യാം. 3 പ്ലസ് 6 9, 9 പ്ലസ് 9 18, 18 പ്ലസ് 12 വാട്ട് ഇറ്റ് വിൽ ബി? 30. അപ്പോൾ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 30 വരും അല്ലേ. ഇസ് ഈക്വൽ ടു 45. ചെയ്തത് എക്സുകൾ ആഡ് ചെയ്യുമ്പോൾ 5x ആയി, നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ 30 കിട്ടി. ഇസ് ഈക്വൽ ടു 45. 5x is equal to 45 പ്ലസ് 30 അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ വരിക? മൈനസ് 30 അല്ലേ. 45 30 മൈനസ് ചെയ്താൽ എത്രയാ? 15. 5x is equal to 15. then x is equal to എന്താ വരിക? 15. മൾട്ടിപ്ലിക്കേഷൻ മാറി എന്താവും? ഡിവിഷൻ. നോക്കൂ, 15/5 which will be equal to 3. നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിയ വാട്ട് ഈസ് എക്സ്? എക്സ് ഈസ് ഈക്വൽ ടു 3. ദാറ്റ് വിൽ ബി ദ ആൻസർ. ആൻസർ ആയിട്ടില്ല. എക്സിൻ്റെ വാല്യൂ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ കിട്ടിയത്? ആദ്യം സിഗ്മ എക്സ് ഇതെന്ന് കണ്ടുപിടിച്ചു, മീൻ തന്നിട്ടുള്ളതെന്ന്. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ വാല്യൂസും കൂടി ആഡ് ചെയ്താൽ 45 ആണെന്ന് അറിയാം. അപ്പോൾ അത് ആഡ് ചെയ്തപ്പോൾ അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടി. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്പേഴ്സ് കണ്ടുപിടിക്കാം. വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടെ. ഫസ്റ്റ് നമ്പർ ഏതായിരിക്കും? എക്സ് എന്ന് പറഞ്ഞാൽ 3. അടുത്തത് എക്സ് പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 3 6. അടുത്തത് 3 പ്ലസ് 6 9. എക്സിന് വാല്യൂ കൊടുക്കുക കേട്ടോ. 3 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ എത്രയാ? 12. നെക്സ്റ്റ് 3 പ്ലസ് 12 വാട്ട് ഇറ്റ് വിൽ ബി? 15. സംശയം ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ടാവും? 45. സോ വാട്ട് ആർ ദ നമ്പേഴ്സ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്? 3, 6, 9, 12, 15 will be the numbers. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഏതാണ് ആ 5 നമ്പേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും 5 നമ്പേഴ്സ്? 3, 6, 9, 12, 15 will be the numbers. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഒരു മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മീൻ തന്നിട്ടുണ്ടെങ്കിൽ ഉടനെ മീനിൻ്റെ ഫോർമുല എഴുതി അതിൽ നിന്ന് സിഗ്മ എക്സ് കണ്ടുപിടിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. സിഗ്മ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ള ടേമുകൾ നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സിഗ്മ എക്സ് മീൻ ഇൻഡിവിജ്വൽ സീരീസിലാണ് തന്നിട്ടുള്ളെങ്കിൽ ആദ്യം സിഗ്മ എക്സ് അതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. വേറൊരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഫോർ എ ഫ്രീക്വൻസി ഓഫ് മാർക്സ് ഇൻ സയൻസ് for 100 students. I shall write the question. For a frequency distribution of, so this is the question given. For a frequency distribution of marks in science for 100 students, the average was found to be 80. Later on, it was discovered that 48 was misread as 84. Find the correct mean. ക്വസ്റ്റ്യനിൽ എന്താണ് മിസ്റ്റേക്ക് പറ്റിയെന്ന് നോക്കൂ. നല്ലോണം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നല്ലോണം വായിച്ച് നോക്കണം. സിമ്പിളാണ് പ്രോബ്ലം ചെയ്യാനായിട്ട്, പക്ഷെ ഐഡിയ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. എങ്കിലും സിമ്പിളായിട്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, മാർക്സ് ഇൻ സയൻസ് ഫോർ 100 സ്റ്റുഡൻസ്. അപ്പോൾ ഒരു കാര്യം തന്നിട്ടുണ്ട്, എത്രയാ? Number of students is given. What is given? N is equal to 100. ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ ഉടനെ അറിയാവുന്ന ടേംസ് ഡിനോട്ട് ചെയ്യുക. അവിടെ 100 സ്റ്റുഡൻസ് എന്ന് പറയണം. അപ്പോൾ N is equal to 100 ആണ്. The average was found to be 80. ആവറേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ വെറുതെ ആവറേജ് എന്ന് നമ്മൾ സാധാരണ പറയണത് മീനിനെയാണ് ഉദ്ദേശിച്ചിട്ട് പറയാം. അപ്പോൾ മീൻ ഈസ് ഈക്വൽ ടു 80. അപ്പോൾ ആവറേജ് നമ്മൾ വെറുതെ റെപ്രസെൻറ്റ് ചെയ്യുക. യൂഷ്വലി ഇറ്റ് ഈസ് മീൻ. മീനിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെറുതെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക. Found to be 80. അപ്പോൾ
ഇവിടെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഏതാ മീൻ, അത് തന്നിട്ടുണ്ട് എത്രയാ 80 ആണെന്ന്. ലേറ്റർ ഓൺ ഇറ്റ് വാസ് ഡിസ്കവേർഡ് ദാറ്റ് 48 വാസ് മിസ്റീഡ് ആസ് 84. ക്വസ്റ്റ്യനിൽ പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഏതാ, ഇതാണ് മനസ്സിലാക്കണം. റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്, ക്ലിയർ ആയിരിക്കുന്ന ഐഡിയ. 48 വാസ് മിസ്റീഡ് ആസ് 84. നമുക്കറിയാം കുറേ വാല്യൂസ് നമ്മളിങ്ങനെ എഴുതുമ്പോൾ മിസ്റ്റേക്കുകൾ പറ്റാം അല്ലേ. ഇവിടെ എന്ത് മിസ്റ്റേക്കാണ് പറ്റിയേ? 48 വാസ് മിസ്റീഡ് ആസ് 84. ഒരാൾ ക്വസ്റ്റ്യൻ വായിക്കുകയാണെന്ന് വിചാരിക്കുക, വായിക്കുമ്പോൾ 48 എന്നതിന് പകരം വാസ് മിസ്റീഡ് ആസ് 84. 48ന് പകരം എന്തെന്ന് വായിച്ചു എന്നാണ് പറയണേ? 84 മിസ്റീഡ് ചെയ്തു, തെറ്റി വായിച്ചു എന്നാണ് പറയണത്. വാട്ട് ഇസ് മിസ്റ്റേക്ക് ഹിയർ? ആക്ച്വലി 48 ആയിരുന്നു, അയാൾ വായിച്ചപ്പോൾ കറക്റ്റ് മിസ്റ്റേക്ക്ലി ഹീസ് റെഡ് ആസ് 84. 84 തെറ്റി വായിച്ചു. അതാണ് ക്വസ്റ്റ്യനിൽ പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക്. 48 എന്നുള്ള വാല്യൂ അയാൾ തെറ്റി എന്തെന്ന് വായിച്ചേ? 84 തെറ്റി വായിച്ചു എന്നാണ് പറഞ്ഞത്. മിസ്റീഡ്, തെറ്റി വായിച്ചു. അപ്പോൾ ആക്ച്വലി ഏതായിരുന്നു വാല്യൂ? 48. അതിന് പകരം അയാൾ വായിച്ചത് ഏതായിരുന്നു? 84 എന്ന് വായിച്ചു. ദാറ്റ് ഇസ് ദ മിസ്റ്റേക്ക്. ക്ലിയർ? അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യനിൽ പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക്. ആക്ച്വലി 48 എന്നുള്ളതിന് പകരം അവർ എന്തെടുത്തിട്ടാണ് പ്രോബ്ലം ചെയ്തിട്ടുണ്ടാവുക? 84 എടുത്തിട്ടാണ് പ്രോബ്ലം ചെയ്തത്. അതാണ് ക്വസ്റ്റ്യനിൽ പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക്. അപ്പോൾ 84 പകരം ആക്ച്വലി എന്ത് വരണം? 48 വരണം. അതാണ് ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇനി കറക്റ്റ് മീൻ കണ്ടുപിടിക്കുക? എന്താ കറക്റ്റ് മീൻ എന്ന് പറഞ്ഞാൽ 84 പകരം 48 കൊടുത്തിട്ട് കണ്ടുപിടിക്കുന്ന മീനിനെയാണ് നമ്മൾ എന്ത് പറയണത്? കറക്റ്റ് മീൻ എന്ന് പറയണത്. അപ്പോൾ 84 പകരം 48 കൊടുത്തിട്ട് കണ്ടുപിടിക്കേണ്ട മീൻ നമുക്ക് കണ്ടുപിടിക്കണം, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞു മീൻ എന്ന് തന്നാൽ ആദ്യം അതിൽ നിന്ന് എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? സിഗ്മ എക്സ് കണ്ടുപിടിക്കണം. ഏതൊരു ക്വസ്റ്റ്യൻ അങ്ങനെ ആലോചിക്കുക ഇങ്ങനെയുള്ള പ്രോബ്ലം വരുമ്പോൾ. അറിയാം മീൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി. എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? 80 ആണ്. ഉടനെ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ എന്ത് എഴുതാം? മീൻ ഈസ് ഈക്വൽ ടു 80. മീൻ കാണാനായിട്ട് എന്താ ഫോർമുല പറഞ്ഞേ? സിഗ്മ എക്സ് ബൈ എൻ അല്ലേ? അത് എഴുതി. ഈക്വൽ ടു എത്ര? 80. ഉടനെ ഫോർമുല എഴുതി. നോക്കൂ, നമ്മൾ സിഗ്മ എക്സ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിലൊക്കെ എന്താ കണ്ടുപിടിക്കേണ്ടത്? സമ്മാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്പർ ഓഫ് വാല്യൂസ് തന്നിട്ടുണ്ട്. എത്ര വാല്യൂസ് ആണെന്നുള്ളത്? 100 വാല്യൂസ് ആണ് അല്ലേ? 100 ഈസ് ഈക്വൽ ടു 80 എന്ന് കിട്ടി. അതിൽ നിന്ന് നിങ്ങൾക്ക് സിഗ്മ എക്സ് കണ്ടുപിടിച്ചുകൂടെ? ഇത് കിട്ടിയാൽ തന്നെ ഹാഫ് മാർക്കായി ക്വസ്റ്റ്യൻ്റെ. അങ്ങനെയുള്ള ടേമെങ്കിലും അറ്റ്ലീസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. 100 അപ്പുറത്തേക്ക് പോകുമ്പോൾ 80 ഇൻറ്റു 100. നമുക്കറിയാം 80 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എത്രയാ? 8000. സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു 8000. എന്താണ് നമ്മുടെ സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ക്വസ്റ്റ്യനിൽ 100 നമ്പേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. ആ 100 നമ്പേഴ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുക? സിഗ്മ എക്സ്. ക്വസ്റ്റ്യൻ നല്ലോണം നോക്കുക. 100 വാല്യൂസ് നമ്മൾ ആഡ് ചെയ്തപ്പോൾ എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? 8000. പക്ഷെ ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താ മിസ്റ്റേക്ക്? 48 ആയിരുന്നു വേണ്ട ഒരു നമ്പർ, അതിന് പകരം ഏത് എടുത്തിട്ടാണ് പ്രോബ്ലം ചെയ്തിട്ടുണ്ടാവുക? 84 എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു മിസ്റ്റേക്ക് അവിടെ നടന്നിട്ടുണ്ട്. ആ മിസ്റ്റേക്ക് നടന്നപ്പോൾ കിട്ടിയിട്ടുള്ള സമ്മാണ് എത്ര? 8000. അപ്പോൾ 8000 എന്ന് പറഞ്ഞതിൽ സമ്മിലെ ഒരു വാല്യൂ മിസ്റ്റേക്ക് ഉള്ളതാണ്. ഏതാ മിസ്റ്റേക്ക്? 84 എന്നാണ് നമ്മൾ എടുത്തത്. ആക്ച്വലി ഏതാ വേണ്ടത്? 48. അപ്പോൾ കറക്റ്റ് സിഗ്മ എക്സ്, ഈ സിഗ്മ എക്സ് എന്ന് പറഞ്ഞത് കറക്റ്റ് അല്ല. കാരണം ഏതാ? ഒരു വാല്യൂ തെറ്റിയെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ള സിഗ്മ എക്സ് ആണ് 8000 അല്ലേ? കറക്റ്റ് സിഗ്മ എക്സ് എന്ന് ഞാൻ പറഞ്ഞാൽ എന്താണ് അവിടെ മീൻ ചെയ്യുന്നത്? തെറ്റിയിട്ടുള്ള വാല്യൂവിനെ മാറ്റിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സിഗ്മ എക്സിനെയാണ് എന്ത് പറയാ? കറക്റ്റ് സിഗ്മ എക്സ്. ഏതായിരുന്നു നമ്മുടെ സം എന്ന് പറയണത്? 8000 ആയിരുന്നു അല്ലേ? 8000 ആയിരുന്നു നമ്മുടെ സമ്മ്. നോക്കൂ, ഈ 8000-ലെ ഒരു വാല്യൂ മിസ്റ്റേക്ക് ഉള്ളതാണ്. ഏതാ നമ്മുടെ മിസ്റ്റേക്ക് ഉള്ള വാല്യൂ? 84 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഈ 84-നെ അതിൽ നിന്ന് മാറ്റണം. മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ചെയ്യണം അല്ലേ? ഡിലീറ്റ് ചെയ്യണം, മൈനസ് ചെയ്യണം. അതിന് പകരം ആക്ച്വലി കറക്റ്റ് വാല്യൂ ഏതായിരുന്നു? 48. അത് ആഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് സിഗ്മ എക്സ് കിട്ടുക. എങ്ങനെ കറക്റ്റ് സിഗ്മ എക്സ് കിട്ടിയേ? മുമ്പുണ്ടായിരുന്ന സിഗ്മ എക്സ്ന്ന് തെറ്റായിട്ടുള്ള വാല്യൂ മൈനസ് ചെയ്തിട്ട് ശരിയായിട്ടുള്ള വാല്യൂ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഏതാ നമ്മുടെ മിസ്റ്റേക്ക് ഉള്ള വാല്യൂ? 84. അത് മൈനസ് ചെയ്തു. ഏതാ കറക്റ്റ് വാല്യൂ? 48. അത് എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സിഗ്മ എക്സ് കിട്ടും. എങ്ങനെ ചെയ്യാൻ നോക്കൂ. 8000 എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. 8000-ഉം 48-ഉം കൂടി ആഡ് ചെയ്യാൻ വേണമെങ്കിൽ, രണ്ടും പോസിറ്റീവ് അല്ലേ? അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 8048 അല്ലേ? അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? 84 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മിസ്റ്റേക്കിൽ സമ്മ് കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയതാണ് 8000. കറക്റ്റ് സിഗ്മ എക്സ് കണ്ടുപിടിക്കാനായിട്ട്
8,000ഉം 48ഉം കൂടി ആഡ് ചെയ്തപ്പോൾ 8,048. അതിൽ നിന്ന് ആരെ മൈനസ് ചെയ്യണം? 84നെ മൈനസ് ചെയ്യണം. സോ വി ക്യാൻ സബ്ട്രാക്ട് 8,048 മൈനസ് 84. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം 4 ആയി, 5 ആയി അല്ലേ, 6 റിമൈനിങ് 9, 7,964. അതായിരിക്കും വരിക എന്ത്? കറക്റ്റ് സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7,964. 8,000 അല്ല കറക്റ്റ് സിഗ്മ എക്സ് വരിക, ഏതാ? 7,964. എന്താ ഇവിടെ ചേഞ്ച് വരാൻ കാരണം? ഒരു മിസ്റ്റേക്കുള്ള വാല്യൂ മൈനസ് ചെയ്തു, കറക്റ്റ് വാല്യൂ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഇതാണ് നമ്മുടെ കറക്റ്റ് സിഗ്മ എക്സ്. കറക്റ്റ് സിഗ്മ എക്സ് ഉപയോഗിച്ച് കിട്ടുന്ന മീൻ ആണ് ഇത് വരിക, കറക്റ്റ് മീൻ എന്ന് വരിക അല്ലേ. അപ്പോൾ നമുക്കിനി കറക്റ്റ് മീൻ കണ്ടുപിടിക്കാം. നമ്മളോട് പറഞ്ഞിട്ടുള്ള ഏതാ? കറക്റ്റ് മീൻ കണ്ടുപിടിക്കാനല്ലേ. അപ്പോൾ ആൻസർ ആയി. നോക്കൂ, കറക്റ്റ് മീൻ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട സിഗ്മ എക്സ് ഏതായിരിക്കണം? കറക്റ്റ് സിഗ്മ എക്സ് ആയിരിക്കണം അല്ലേ. അതിനെ എന്നോട് ഡിവൈഡ് ചെയ്യാം. നമ്പറിൽ മാറ്റം ഉണ്ടോ? അവിടെ ഒരു വാല്യൂ തെറ്റായിട്ടുണ്ടായിരുന്നു, അത് മാറ്റി കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ആഡ് ചെയ്തു അല്ലേ. അപ്പം നമ്പർ ചേഞ്ച് ചെയ്യണ്ട, ഇല്ല, ഇറ്റ് വിൽ റിമെയിൻ 100 ഇറ്റ് സെൽഫ്. കറക്റ്റ് സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നോക്കൂ, 7,964 അല്ലേ, ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ എത്രയാ? 100 തന്നെ. നമ്പറിൽ മാറ്റില്ല, ഒന്ന് മാറ്റി വേറെ ഒന്ന് എഴുതി, അപ്പോൾ രണ്ടും സെയിം തന്നെ നമ്പർ. ഡിവൈഡ് ചെയ്യാൻ നമുക്കറിയാം, 2 ഡെസിമൽ ലെഫ്റ്റിലേക്ക് നീക്കി അല്ലേ, 79.64 അല്ലേ. ദാറ്റ് മച്ച് വിൽ ബി ദ കറക്റ്റ് മീൻ. അപ്പോൾ മുമ്പുണ്ടായിരുന്ന മീൻ 80 ആണെങ്കിൽ കറക്റ്റ് മീൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? 79.64. കറക്റ്റ് മീൻ കാണാനായിട്ട് എന്താ ആവശ്യം? കറക്റ്റ് സിഗ്മ എക്സ് ആണ് ആവശ്യം. കറക്റ്റ് സിഗ്മ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മീൻ കിട്ടും. അപ്പോൾ തെറ്റിയിട്ടുള്ള വാല്യൂന് മൈനസ് ചെയ്തിട്ട് ശരിയായിട്ടുള്ള വാല്യൂ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കറക്റ്റ് മീൻ എന്ന് പറയുന്നത്, ഐ മീൻ സിഗ്മ എക്സ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് കറക്റ്റ് മീൻ കണ്ടുപിടിക്കാം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണിത്. ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ്. സിമ്പിളാണ് ഐഡിയ പിടികിട്ടിക്കഴിഞ്ഞാൽ, പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഒരു ഡിഫറെൻറ്റ് പ്രോബ്ലമാണ്. നെക്സ്റ്റ് ഒരു വേറൊരു പ്രോബ്ലം ആയിട്ട് നമുക്ക് നോക്കാം. ഐ ഷാൽ റീഡ് ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ് തന്നിട്ടുള്ളത്. ഡിറ്റർമിൻ മീഡിയൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. ക്വസ്റ്റ്യൻ നമ്പർ 5 അല്ലേ. ഡിറ്റർമിൻ median of the given data. Marks it is given, then number of students also. മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. മാർക്സ് ഈസ് ഗിവൺ ലൈക്ക് ദിസ്. ബിലോ 10, next below 20, next below 30, next below 40, next below 50. Below 10, below 20, below 30, below 40, below 50. ഇതാണ് ഫസ്റ്റ് തന്നിട്ടുള്ളത്, മാർക്സ് തന്നിട്ടുള്ളത്. ഫ്രീക്വൻസി ഇറ്റ് ഈസ് ഗിവൺ 5, 9, 17, 29 and 50. 29 and 50. നോക്കൂ, ഈ ഒരു പ്രോബ്ലം നമുക്ക് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയും അല്ലേ, അങ്ങനെയല്ല തന്നിട്ടില്ല, അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ഫോമിലല്ല. ഒന്ന് രണ്ട് പേര് ചോദിച്ചിരുന്നു ലെസ് ദാൻ സീരീസ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാമെന്ന് ചെയ്ത് കാണിക്കാൻ പറ്റുമെന്ന്. അങ്ങനത്തെ ഒരു പ്രോബ്ലം ആണിത്. മാർക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ സീരീസ് എന്ന് പറയാം, ബിലോ എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. അതിനെ നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ക്ലാസ്സുകളായിട്ട് തന്നിട്ടില്ല. ക്ലാസ്സുകളായി തരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം? എക്സ്ക്ലൂസീവ് ഫോം എന്ന് പറയാം അല്ലേ. ആ ഫോമിലാണ് ഒരു ക്വസ്റ്റ്യൻ തരേണ്ടത്. പക്ഷെ ഇവിടെ എക്സ്ക്ലൂസീവ് ഫോമിലാണോ തന്നിട്ടുള്ളത്? അല്ല. ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഉടനെ എക്സ്ക്ലൂസീവിലേക്ക് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം, ക്ലാസ്സുകളാക്കി മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. എങ്ങനെയാണ് ചെയ്യാൻ നോക്കൂ. മാർക്സ് ആദ്യത്തെ കോളത്തിന് ഹെഡിങ് കൊടുത്തു, സെക്കൻഡ് കോളത്തിന് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് ഹെഡിങ് കൊടുത്തു. നല്ലോണം ശ്രദ്ധിക്കുക എങ്ങനെയാണ് ചെയ്യണമെന്ന്. ബിലോ 10 എന്ന് പറഞ്ഞതിനെ ക്ലാസ് ആക്കി മാറ്റുമ്പോൾ നോക്ക്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10, 20, 30 എന്നൊക്കെ പറഞ്ഞാൽ എത്രയാണ്? 10 ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 10നേക്കാളും 10 ഡിഫറൻസ് പിന്നിലേക്ക് പോയാൽ എത്ര വരിക? ബിഫോർ 0 അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് എടുക്കേണ്ടത് 10 ഡിഫറൻസ് ആയതുകൊണ്ട് 0 to 10 അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഇൻ്റർവെൽ എടുക്കുക. കാരണം ബിലോ 10 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 10 ഡിഫറൻസിൽ എടുക്കുമ്പോൾ 0 to 10. നെക്സ്റ്റ് ഏതായത് 10 to
20. നെക്സ്റ്റ് ഏതായിരിക്കും? 20 to 30. നെക്സ്റ്റ് ഏതാ? 30 to 40. നെക്സ്റ്റ് 40 to 50. 50 വരെ എഴുതിയാൽ മതി, കാരണം ലാസ്റ്റ് ക്ലാസ് ഏതാ? ബിലോ 50 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അപ് ടു 50 വി ക്യാൻ റൈറ്റ്. ക്ലാസ്സുകളാക്കി മാറ്റിയത് കണ്ട, 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഴുതുമ്പോൾ ചേഞ്ച് വരും, കാരണം ഇവിടെ ബിലോ 10 എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ ക്ലാസ്സുകളാക്കി മാറ്റാണ്. ബിലോ 20, ബിലോ 30 എന്നുള്ളതൊക്കെ ക്ലാസ്സുകളായി മാറ്റുമ്പോൾ അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. എങ്ങനെയാണ് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാമെന്ന് നോക്കൂ. ഫസ്റ്റ് ക്ലാസ് 0 to 10, ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ബിലോ 10. ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ? ബിലോ 10 എന്ന് പറഞ്ഞാലും 0 to 10 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ഫസ്റ്റ് ഫ്രീക്വൻസിക്ക് എന്ത് ചെയ്യില്ല? ചേഞ്ച് വരില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ മീഡിയൻ എന്നല്ല, മീൻ കാണാനായാലും മീഡിയൻ കാണാനായാലും മോഡ് കാണാനായാലും ലെസ് ദാൻ സീരീസിലൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഈ പറഞ്ഞ എക്സ്ക്ലൂസീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഇറ്റ് വിൽ ബി 5. നെക്സ്റ്റ് കാണുമ്പോൾ ബിലോ 20 9 ആണ് എന്ന് പറഞ്ഞാൽ 20നേക്കാളും ലെസ് മാർക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 9. അതിലെ 5 സ്റ്റുഡൻസിന് എത്രനേക്കാളും ലെസ് ആണ്? ബിലോ 10 ആണ്. അപ്പോൾ 20ന് താഴെ 9 പേരാണുള്ളത്, 9 സ്റ്റുഡൻസ് ആണുള്ളത്. ഈ 9 സ്റ്റുഡൻസിലെ 5 സ്റ്റുഡൻസിന് 10നേക്കാളും ലെസ് ആണ് അല്ലേ? അപ്പോൾ 10നും 20ക്കും ഇടയിൽ 9 ഉണ്ടാവുമോ? ഇല്ല. എന്ത് ചെയ്യണം? ഈ 9ന്ന് ഏത് മൈനസ് ചെയ്യണം? 5നെ മൈനസ് ചെയ്യണം, കാരണം 5 സ്റ്റുഡൻസിന് 10നേക്കാളും ലെസ് അല്ലേ? അപ്പോൾ അവരെ മാറ്റി നിർത്തണം. എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീക്വൻസിന്ന് തൊട്ട് മുന്നത്തെ ഫ്രീക്വൻസി എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ 9 മൈനസ് 5 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 4. നെക്സ്റ്റ് ഇതുപോലെ ബിലോ 30 ആണ് 70. ബിലോ 30 എന്ന് പറഞ്ഞാൽ ബിലോ 20 വന്നു, ബിലോ 10 വന്നു അല്ലേ? അപ്പോൾ ബിലോ 30 എന്നുള്ളത് നമ്മൾ 20 to 30 എന്നാക്കുമ്പോൾ 20യുടെ താഴെയുള്ളവരെ നമ്മൾ മൈനസ് ചെയ്യണം. 20യുടെ താഴെ മാർക്ക് കിട്ടിയ എത്ര പേരുണ്ട്? 9. അപ്പോൾ എങ്ങനെ മൈനസ് ചെയ്യുക? 17ന്ന് എന്ത് മൈനസ് ചെയ്യണം? 9 മൈനസ് ചെയ്യണം. 17 മൈനസ് 9, വാട്ട് ഇറ്റ് വിൽ ബി? 8. ഇതേപോലെ നെക്സ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 29ന്ന് ഏത് മൈനസ് ചെയ്യണം? 17 മൈനസ് ചെയ്യണം, വാട്ട് ഇറ്റ് വിൽ ബി? 12. നെക്സ്റ്റ് ചെയ്യുമ്പോൾ 50ന്ന് 29 മൈനസ് ചെയ്യണം, വാട്ട് ഇറ്റ് വിൽ ബി? 21. ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ചേഞ്ച് ചെയ്യണത്. അപ്പോൾ ലെസ് ദാൻ സീരീസിന്ന് എക്സ്ക്ലൂസീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഫ്രീക്വൻസി കൺവേർട്ട് ചെയ്യാനായിട്ട് അറിയണം. മീൻ കാണാനായാലും മീഡിയൻ കാണാനായാലും മോഡ് കാണാനായാലും. ഇനി നമ്മുടെ ക്വസ്റ്റനിൽ മീഡിയൻ കാണാനല്ലേ പറഞ്ഞിട്ടുള്ളത്? മീഡിയൻ കാണാനായിട്ട് നമുക്ക് വേണ്ട കോൾ ഏതാ? കുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലേ? നോക്കൂ, കുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ ആക്ച്വലി നമുക്ക് തന്നിട്ടുള്ളത് കുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്, കാരണം ഇതാ ലെസ് ദാൻ എന്നല്ലേ തന്നിട്ടുള്ളത്. എങ്ങനെ കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക? ഫ്രീക്വൻസിയുടെ കൂടെ നെക്സ്റ്റ് ഫ്രീക്വൻസി ആഡ് ചെയ്യണം. ആദ്യത്തെ ഫ്രീക്വൻസി അതുപോലെ എഴുതും, അതിൻ്റെ കൂടെ നെക്സ്റ്റ് ഫ്രീക്വൻസി ആഡ് ചെയ്യുമ്പോൾ 5 + 4 9. കണ്ട, ഇത് തന്നെയല്ലേ വരുന്നത്? അതെന്താ വരാൻ കാരണം? ലെസ് ദാൻ സീരീസ് ആണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലെ ഫ്രീക്വൻസി തന്നെയാണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി വരിക കേട്ടോ. പക്ഷെ മീനിലും മോഡിലും വരുമ്പോൾ ഇതുപോലെ തന്നതെടുത്ത് എഴുതരുത്. ഇത് മീഡിയൻ ആയതുകൊണ്ടാണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുമ്പോൾ അത് തന്നെ വരാൻ കാരണം. ഓക്കെ, 9 + 8 വാട്ട് ഇറ്റ് വിൽ ബി? 17. 17 + 12 വാട്ട് ഇറ്റ് വിൽ ബി? 29. 29 + 21 50. അപ്പോൾ എന്തിനാ പിന്നെ ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടതെന്ന് ചോദിക്കരുത്. അത് ചോദിക്കാനുള്ള റീസൺ അല്ല, കാണാനുള്ള റീസൺ നമുക്ക് ഫ്രീക്വൻസി കാണേണ്ട വരുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഈ പറഞ്ഞിട്ടുള്ള കോളം നമുക്ക് ആവശ്യമാണ്. മാത്രമല്ല മീൻ മോഡും കണ്ടുപിടിക്കേണ്ട കേസിൽ നമുക്ക് ഈ CF ഇല്ല, അപ്പോൾ ഈ കോളം മസ്റ്റായിട്ട് വേണം. അതുകൊണ്ടാണ് അത് എങ്ങനെയാണ് കണ്ടുപിടിക്കണതെന്ന് ഞാൻ ചെയ്തത്. ഓക്കെ, നമുക്കിപ്പോൾ CF കണ്ടുപിടിച്ച് കഴിഞ്ഞു. നെക്സ്റ്റ് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഫോർമുല, മീഡിയൻ ക്ലാസ് കാണാനായിട്ടുള്ള ഫോർമുല എന്തായിരുന്നു? n/2 ഐറ്റം അല്ലേ? മീഡിയൻ ക്ലാസ് കാണാനായിട്ടുള്ള ഫോർമുല +1 ഇല്ല കേട്ടോ. മീഡിയൻ ക്ലാസ് കാണാൻ കണ്ടിന്യൂസ് സീരീസിൽ n/2. n എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ സമ്മാണ്, നിങ്ങൾക്കറിയാം. ഇത് ആഡ് ചെയ്താൽ ഇതിലെ ലാസ്റ്റ് വാല്യൂ തന്നെയാണ് വരിക. എത്രയാണ്? 50. അപ്പോൾ 50/2 ഐറ്റം. 50/2 എന്ന് പറഞ്ഞാൽ 25th ഐറ്റം. 25th ഐറ്റം വരുന്ന ക്ലാസ് എങ്ങനെയാണ് കാണാം? 25നേക്കാളും വലിയ CF നോക്കണം എന്നാണ് നമ്മൾ പറയാറ് അല്ലേ? 25നേക്കാളും ജസ്റ്റ് അബവ് ഏതാ വരുന്നത്? 29. അതിൻ്റെ നേർക്ക് വരുന്ന ക്ലാസ് ഏതാ? 30 to 40. അപ്പോൾ നമുക്ക് മീഡിയൻ ക്ലാസ് കിട്ടി 30 40 അല്ലേ? ഇനി മീഡിയൻ കാണാനായിട്ടുള്ള ഫോർമുല നമുക്കറിയാം. എന്തായിരുന്നു ഫോർമുല? L1 + n/2 - CF/F × C അല്ലേ? മീഡിയൻ കാണാനായിട്ടുള്ള ഫോർമുല നമുക്കറിയാം. L1 എന്ന് പറഞ്ഞാൽ ഏതാ? ലോവർ ലിമിറ്റ്. മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് എത്രയാ? 30 +
n/2 ഓൾറെഡി നമ്മളോട് കിട്ടിയിട്ടുണ്ട്. എത്രയാ? 25 അല്ലേ? അത് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് n/2. അത് എഴുതിയാൽ മതി. 25 മൈനസ് CF തൊട്ട് മുകളിലുള്ളത് എടുക്കണം എന്നാണ് നമ്മൾ പറയാറ് അല്ലേ? 29ന്റെ തൊട്ട് മുകളിലുള്ളത് ഏതാ? 17 അല്ലേ? അപ്പോൾ 17 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏതായിരിക്കും വരിക? 12 അല്ലേ? സോ ഇറ്റ് ഈസ് 12 ഇൻറ്റു സി, ക്ലാസിൻ്റെ വിഡ്ത്ത് 30, 40 തമ്മിലുള്ള വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാ? 10 അല്ലേ? വിഡ്ത്ത് കാണാനായിട്ട് അപ്പർ ലിമിറ്റിൽ നിന്ന് ലോവർ ലിമിറ്റ് മൈനസ് ചെയ്യുക 10. നോക്കൂ ഫൈനൽ ആൻസർ എങ്ങനെയാണ് വരുന്നതെന്ന്. 30 പ്ലസ് 25 എന്ന് 17 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 8 അല്ലേ? ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 10 which will be 30 plus 80 divided by 12 which will be 30 plus 12 80 എത്ര ടൈംസ് ആണ് കട്ട് ചെയ്യാൻ പറ്റുക? 6 ടൈംസ് അല്ലേ? 72 റിമൈനിങ് 8 again 80. അപ്പോൾ 6.666 എന്ന് പോവാണ് ചെയ്യുക. അപ്പോൾ 67 എന്ന് നമുക്ക് റൗണ്ട് ചെയ്ത് എഴുതാം. ആഡ് ചെയ്യുമ്പോൾ 36.67 that will be the answer. 18നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6.666 അങ്ങനെ പോകുന്നു. റൗണ്ട് ചെയ്തിട്ട് 67 നമുക്ക് എഴുതാം. അപ്പോൾ 36.67 ദാറ്റ് വിൽ ബി ദ ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ മീഡിയം കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് ഏത് ടൈപ്പ് പ്രോബ്ലം തന്നെ? ലെസ് ദാൻ സീരീസിലൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ അറിയണം? എക്സ്ക്ലൂസീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് മീഡിയൻ മാത്രമല്ല, മീൻ ആയാലും മോഡായാലും ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതിനൊരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ ചെയ്തത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റനായിട്ട് നമുക്ക് ചെയ്യാം. ക്വസ്റ്റൻ എങ്ങനെയാണ് തന്നിട്ടുള്ളത്? മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ മിസ്സിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലേ? ഒരല്പം ബുദ്ധിമുട്ട് സ്റ്റുഡൻസ് പറയാറുള്ള ഒരു ടോപ്പിക്കാണ്. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സാധാരണ മിസ്സിംഗ് ഫ്രീക്വൻസി കാണാൻ ചെയ്യുമ്പോൾ, മീനിൻ്റെ കേസിൽ മിസ്സിംഗ് ഫ്രീക്വൻസി കാണാൻ ചെയ്യുമ്പോൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്റ്റെപ്പ് ഡീവിയേഷൻ എന്ന് പറഞ്ഞ മെത്തേഡാണ്. പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ആ മെത്തേഡ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് പോയി. അതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ എന്നുള്ള മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ അസ്യൂംഡ് മീൻ അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡാണ്. അപ്പോൾ ഒരു പ്രോബ്ലം ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ മിസ്സിംഗ് ഫ്രീക്വൻസി കാണാമെന്നാണ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. നല്ലോണം ശ്രദ്ധിച്ച് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6 ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ദ മീൻ ഓഫ് ദ ഡാറ്റ in the following table is 50. Following table is 50. Find the missing frequencies. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഞാനിങ്ങനെ കോളം വൈസ് എഴുതാണ് പ്രോബ്ലം ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് കേട്ടോ. ക്ലാസ് തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്: 10 to 30, 30 to 50, 50 to 70, 70 to 90, 90 to 110. ഇങ്ങനെയാണ് ക്ലാസ് തന്നിട്ടുള്ളത്. അതേപോലെ നെക്സ്റ്റ് കോളത്തിൽ ഫ്രീക്വൻസി അവർ തന്നിട്ടുണ്ട് 90, നെക്സ്റ്റ് വൺ F1, നെക്സ്റ്റ് വൺ 30, നെക്സ്റ്റ് വൺ F2, നെക്സ്റ്റ് വൺ 40. രണ്ട് ഫ്രീക്വൻസിയോടെ മിസ്സായിട്ടുണ്ട്. ഏതൊക്കെയാ? F1ഉം പിന്നെ ഏതാ F2 അല്ലേ? രണ്ട് ഫ്രീക്വൻസി മിസ്സായിട്ടുണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കണം. ഏതൊക്കെ? F1 പിന്നെ ഏതാ F2. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. നല്ലോണം നോക്കൂ. രണ്ട് ഫ്രീക്വൻസി ഇവിടെ മിസ്സായിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ള ആവറേജ് ഏതാണ്? ക്വസ്റ്റ്യനിൽ വായിക്കുക, മീൻ ആണ്. മീൻ തന്നിട്ടുണ്ട് ഓൾറെഡി എത്രയാ? 50 ആണ് അല്ലേ? മീൻ ആണ് തന്നിട്ടുള്ളെങ്കിൽ ഏത് കോളം നമ്മൾ യൂസ് ചെയ്യേണ്ടി വരിക? മീനിൻ്റെ കോളം വേണം യൂസ് ചെയ്യാനായിട്ട്. മീൻ കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കോളം ഏതാ? എക്സ് അല്ലെങ്കിൽ മിഡ് വാല്യൂ. അതാണ് കോളം വേണ്ടത്. മീൻ കാണാനായിട്ടുള്ള കോളം ഏതാ? എക്സ് ആണ്. മീഡിയൻ കാണാൻ ഏതാ? CF ആണ് അല്ലേ? കണ്ടിന്യൂസ് സീരീസിൽ മീൻ കാണാൻ മിഡ് വാല്യൂ കാണണം, എക്സ്. എങ്ങനെയാണ് മിഡ് വാല്യൂ കാണുക? 10 + 30 ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂടി ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10 + 30 എന്ന് പറഞ്ഞാൽ എത്രയാ? 40 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 20. ഇനി ഒരേ ക്ലാസ് വിഡ്ത്ത് ആണെങ്കിൽ നമ്മൾ എളുപ്പവഴിക്ക് ഇങ്ങനെ പറയും, ഇവിടെ ഏതാ ക്ലാസ് വിഡ്ത്ത്? അപ്പർ ലിമിറ്റിൽ നിന്ന് ലോവർ ലിമിറ്റ് കുറച്ചാലാണ് ക്ലാസ് വിഡ്ത്ത് അല്ലേ? 20 അല്ലേ ക്ലാസ് വിഡ്ത്ത്? അപ്പോൾ 20 ആഡ് ചെയ്ത് പോയാൽ മതി നമുക്ക് നെക്സ്റ്റ് മിഡ് വാല്യൂ കിട്ടാൻ.
20 + 20 40. ഒരേ ക്ലാസ് വിഡ്ത്ത് ആണെങ്കിലാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നെക്സ്റ്റ് എന്ത് ചെയ്യാം? 60. നെക്സ്റ്റ് ഏതായിരിക്കും? 80. നെക്സ്റ്റ് ഏതായിരിക്കും? 100. അപ്പോൾ ഒരു മിഡ് വാല്യൂ കണ്ടുപിടിച്ചാൽ പിന്നെ ആ ക്ലാസ് വിഡ്ത്ത് ആഡ് ചെയ്ത് പോയാൽ നെക്സ്റ്റ് മിഡ് വാല്യൂസ് കിട്ടും. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു മിസ്സിംഗ് ഫ്രീക്വൻസി കാണാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സ്റ്റെപ്പ് ഡീവിയേഷൻ ആയിരുന്നു നമുക്ക് സ്യൂട്ടബിൾ, അതിപ്പോൾ ഇല്ല, ഡിലീറ്റ് ചെയ്ത് പോയതുകൊണ്ട് നെക്സ്റ്റ് ഓപ്ഷൻ ഏതാ? അസ്യൂംഡ് മീൻ മെത്തേഡ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഷോർട്ട് കട്ട് മെത്തേഡിൽ ആരാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്? ഡി എന്ന് പറഞ്ഞ ടേം ആണ്. ഡി എന്ന് പറഞ്ഞ ഏതാ? ഡീവിയേഷൻ ഓഫ് വാല്യൂസ് ഫ്രം അസ്യൂംഡ് മീൻ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു മീൻ അസ്യൂം ചെയ്യണം. നമ്മൾ സാധാരണ ശ്രദ്ധിക്കാൻ നല്ലോണം, സാധാരണ മീൻ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു വാല്യൂ ഏന്നെടുത്താൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. മിസ്സിംഗ് ഫ്രീക്വൻസി കാണേണ്ട പ്രോബ്ലത്തിൽ ഏതാണോ മിസ്സായിട്ടുള്ള ഫ്രീക്വൻസി അതിൻ്റെ അഗെയിൻസ്റ്റ് ഉള്ള വാല്യൂ ആണ് എന്തായിട്ട് എടുക്കേണ്ടത്? എ. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ F1ൻ്റെ അഗെയിൻസ്റ്റ് വരുന്ന 40 അല്ലെങ്കിൽ F2ൻ്റെ അഗെയിൻസ്റ്റ് വരുന്ന 80. ഇതെടുത്താലും കുഴപ്പമില്ല, ഇതെടുത്താലും കുഴപ്പമില്ല. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്ന് എടുത്താൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ആവും. അപ്പോൾ ഞാൻ F1ൻ്റെ അഗെയിൻസ്റ്റ് വരുന്ന 40 അല്ലെങ്കിൽ F2ൻ്റെ അഗെയിൻസ്റ്റ് വരുന്ന 80 എനിക്ക് എന്തായിട്ട് എടുക്കണം? മീനായിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ 40 എടുത്തു എന്ന് വിചാരിക്കാം. ഏതെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ മിസ്സായിട്ടുള്ള ഫ്രീക്വൻസി ഇത്ര മാത്രം ആലോചിക്കുക. ഏത് ഫ്രീക്വൻസി ആണോ മിസ്സായിട്ടുള്ളത് അതിൻ്റെ അഗെയിൻസ്റ്റ് വരുന്ന വാല്യൂ ആണ് എന്തെന്ന് എടുക്കേണ്ടത്? എ എന്ന് എടുക്കേണ്ടത്. സോ ഇറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് എ. ഇവിടെ ഞാൻ 40 ആണ് എടുത്തത്, 80 എടുത്താലും കുഴപ്പമില്ല. ഇനി 40 എന്ന് എടുത്താൽ ഉടനെ നമുക്ക് ഡി കാണാനായിട്ട് ഫോർമുല ഏതാ? എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ ഓരോ വാല്യൂന്നും എ മൈനസ് ചെയ്യണം. 20 - 40 അതാണ് വരിക. 20 - 40 എന്ന് പറഞ്ഞാൽ എത്രയാ? -20. നെക്സ്റ്റ് 40 - 40 എന്ന് പറഞ്ഞാൽ എത്രയാ? 0. നെക്സ്റ്റ് 60 - 40 എന്ന് പറഞ്ഞാൽ എത്രയാ? 20. അപ്പോൾ എളുപ്പത്തിൽ നമ്മൾ ഇങ്ങനെ പറയും, ഒന്നും ചെയ്യാൻ ഡി കാണാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ ആലോചിക്കുക, ഏതാണോ നിങ്ങൾ ഏന്നെടുത്ത് അതിൻ്റെ അഗെയിൻസ്റ്റ് എന്ത് എഴുതുക? 0. മുകളിലേക്ക് എഴുതുമ്പോൾ നെഗറ്റീവ് കൂട്ടി എഴുതണം. ഏത് വാല്യൂ എടുക്കുക? ക്ലാസ് വിഡ്ത്ത് എത്രയാണോ അത് എഴുതി പോയാൽ മതി. ക്ലാസ് വിഡ്ത്ത് 20 അല്ലേ, 0ൻ്റെ കൂടെ 20 ആഡ് ചെയ്യുമ്പോൾ 20 അല്ലേ വരിക. മുകളിലേക്ക് എഴുതുമ്പോൾ നെഗറ്റീവ് എടുക്കണം, -20. ഇനി മുകളിലുണ്ടെങ്കിൽ ഏതെടുക്കുക? -40. ഇനി ഉണ്ടെങ്കിൽ ഏത് എഴുതണ്ടേ? -60. അങ്ങനെ വെറുതെ എഴുതി പോയാൽ കറക്റ്റ് ആവും. താഴേക്ക് ഇങ്ങനെ എടുക്കുക, അടിയിലേക്ക് ആദ്യത്തെ വാല്യൂ 20, 20യുടെ കൂടെ 20 ആഡ് ചെയ്യുമ്പോൾ എത്രയാ? 40, 40യുടെ കൂടെ 20 ആഡ് ചെയ്യുമ്പോൾ എത്രയാ? 60. എന്താ ഞാൻ പറഞ്ഞത്? ഏതാണോ ഏന്നെടുത്തത് അതിൻ്റെ അപ്പുറത്ത് 0 കൊടുക്കുക, മുകളിലേക്ക് നെഗറ്റീവ് ക്ലാസ് വിഡ്ത്ത് ആഡ് ചെയ്യുക, അടിയിലേക്ക് പോസിറ്റീവ് ക്ലാസ് വിഡ്ത്ത് ആഡ് ചെയ്യുക. അപ്പോൾ മുകളിലേക്ക് എഴുതുകയാണെങ്കിൽ -20, -40, -60, -80 അങ്ങനെ പോകും. താഴേക്ക് എഴുതുമ്പോൾ 20, 40, 60 അങ്ങനെ വെറുതെ എഴുതി പോയി കഴിഞ്ഞാൽ അതെപ്പോഴും കറക്റ്റ് ആയിരിക്കും. സംശയമുള്ളവർ നോക്കൂ. 100 - 40 60 ശരിയല്ലേ പറയുന്നത്? അപ്പോൾ എക്സ് മൈനസ് എ കാണാനായിട്ട് എളുപ്പത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. എഗെയിൻസ്റ്റ് 0 എഴുതിയിട്ട് മുകളിലേക്ക് നെഗറ്റീവ് ആഡ് ചെയ്ത് പോവുക, അടിയിലേക്ക് പോസിറ്റീവ് ക്ലാസ് വിഡ്ത്ത് ആഡ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, എക്സ് മൈനസ് എ എന്നുള്ളതാണ് ഡി കാണാനായിട്ടുള്ള ഫോർമുല. നെക്സ്റ്റ് കോൾ ഏതാ? F × D അല്ലേ. F × D കാണുമ്പോൾ നോക്കൂ, ഇതാണ് ഞാൻ അങ്ങനെ എന്ന് എടുക്കണം എന്ന് പറയാനായിട്ടുള്ള റീസൺ. നെക്സ്റ്റ് കോളം F × D കാണുമ്പോൾ 90 × 20 എത്ര വരിക? -180 അല്ലേ. 90നെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1800 ആയി അല്ലേ. നെക്സ്റ്റ് F1 × 0 എന്താ വന്നത്? 0. കണ്ട, F1 എന്നുള്ളത് ഡിലീറ്റ് ആയി പോയി. എന്താ കാരണം? ഇവിടെ ഞാൻ ഏന്ന് എടുത്താൽ ഇവിടെ എന്താ വരിക? 0. അപ്പോൾ അവിടെ 0 വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി പോവും? 0. അപ്പോൾ ഒരു വേരിയബിൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അപ്പുറത്തുള്ള വാല്യൂ എന്നെ എന്തെടുക്കാൻ പറയണേ? ഏന്ന് എടുക്കുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ 0 ആവില്ല, അവിടെ F1ൻ്റെ ഒരു ടേം വരും, പിന്നെ F2ൻ്റെ ടേം വരും. അപ്പോൾ ചെയ്യാൻ കോംപ്ലിക്കേഷൻ ആണ്, ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. ഓക്കെ, 30 × 20 നമുക്കറിയാം 6000. F2 × 40 40 F2 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം കേട്ടോ. 40 × 60 2400. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഏതൊക്കെയാ? ഫ്രീക്വൻസി, പിന്നെ ഏതാ? ഡി. ഇവിടെ എക്സ് ആവശ്യമില്ല, എക്സിനെ ഏതിലേക്ക് ചേഞ്ച് ചെയ്തു? ഡി. ഇനി ഏത് കോളംസാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? F × D. നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യാനായിട്ട് ഒരു നമ്പർ മാത്രമേ ഉള്ളൂ, -1800 അല്ലേ. പോസിറ്റീവിൽ F ഇല്ലാത്ത രണ്ട് ടേം ഉണ്ട്, ഇത് നമ്മൾ ആഡ് ചെയ്യാം. 600 2000 കറക്ഷൻ, ഇവിടെ F കറക്റ്റാണ്. 3 × 2 600 തന്നെയാണ്. 2400ൻ്റെ കൂടെ 600 കൂടി ആഡ് ചെയ്യുമ്പോൾ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഈസ്
3000. 600-ഉം 2400-ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 3000 ആയി അല്ലേ. അതിൻ്റെ കൂടെ ഈ ടേമും കൂടിയും വരും. ഏതാ? 40F2. അത് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം ഇത് വേറെ ടൈപ്പ് നമ്പറാണ്, ഇത് വേറെ ടൈപ്പാണ്, കാരണം അതിൽ എഫ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അത് ആഡ് ചെയ്ത് 3040 എന്നൊന്നും എഴുതാൻ പാടില്ല, പ്ലസ് 40F2 എന്ന് തന്നെ എഴുതാൻ പാടുള്ളൂ. ഇനി ഈ പോസിറ്റീവ് നമ്പറിൽ നിന്ന് നെഗറ്റീവ് നമ്പർ വേണമെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ 3000 നിന്ന് 1800, ഇത് രണ്ട് നമ്പേഴ്സ് ആണല്ലോ, ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3000 നിന്ന് 1800 മൈനസ് ചെയ്താൽ ബാക്കി എത്രയായിരിക്കും വരിക? 1200. ചെയ്തെന്താ? 3000 നിന്ന് 1800 മൈനസ് ചെയ്തപ്പോൾ 1200 കിട്ടി. ഇനി അവിടെ ആരാണ് ബാക്കി ഉണ്ടായിരുന്നത്? പ്ലസ് 40F2 is there. ഓക്കെ, ദാറ്റ് വി ക്യാൻ റൈറ്റ് ദാറ്റ് ഇറ്റ് സെൽഫ്. അപ്പം നമ്പറുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്തു, ബാക്കിയുള്ള 40F2 ആഡ് ചെയ്തു. ഇതാണ് നിങ്ങളുടെ സിഗ്മ എഫ് ഡി എന്ന് പറയുന്നത് വരിക. അപ്പോൾ സിഗ്മ എഫ് ഡി എങ്ങനെയാണ് കിട്ടിയത്? നമ്പറിൽ നിന്ന് നമ്പർ സബ്ട്രാക്ട് ചെയ്തു, ബാക്കി F2ൻ്റെ ടേം വെറുതെ ആഡ് ചെയ്ത് എഴുതി. സോ യു വിൽ ബി ഗെറ്റിംഗ് സിഗ്മ എഫ് ഡി ലൈക്ക് ദിസ്, 1200 പ്ലസ് 40F2. നോക്കൂ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് മീൻ കണ്ടുപിടിക്കണം അല്ലേ. മീൻ തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കേണ്ട ഏതാ? മിസ്സിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. നോക്കൂ, മീൻ ഈസ് ഗിവൺ. മീൻ കാണാനായിട്ടുള്ള ഫോർമുല നമുക്കറിയാം. മീൻ ഈസ് ഈക്വൽ ടു 50 എന്ന് തന്നിട്ടുണ്ട്. മീൻ കാണാനായിട്ടുള്ള ഫോർമുല ഏതാ? എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ ഈസ് ഈക്വൽ ടു എന്താന്ന് പറയാം? 50 എന്ന് പറയാം അല്ലേ. മീൻ തന്നിട്ടുള്ളത് കൊണ്ട് എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ ഈസ് ഈക്വൽ ടു 50 എന്ന് പറയാം. ഇതിലെ എൻ, സോ ആക്ച്വലി ദർ ഇസ് എ സ്മോൾ കറക്ഷൻ ഇൻ ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ അല്ലെ എൻ എഴുതാനായിട്ട് വിട്ടുപോയി. ടോട്ടൽ ഫ്രീക്വൻസി ആക്ച്വലി ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, അത് എഴുതാനായിട്ട് വിട്ടുപോയതാണ്. എൻ ഈസ് ഈക്വൽ ടു 200 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി എന്നുള്ള കോളത്തിലെ ടോട്ടൽ ഫ്രീക്വൻസി അവർ തന്നിട്ടുണ്ടായിരുന്നു. ടോട്ടൽ ഫ്രീക്വൻസി ഈസ് 200 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഞാൻ എഴുതാനായിട്ട് വിട്ടുപോയതാണ്. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ടോട്ടൽ ഫ്രീക്വൻസി ഈസ് ഗിവൺ. വാട്ട് ഈസ് ഇറ്റ്? 200. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു മിസ്സിംഗ് ഫ്രീക്വൻസി കാണേണ്ട പ്രോബ്ലത്തിലൊന്നും ടോട്ടൽ ഫ്രീക്വൻസി അവർ തരില്ല. രണ്ട് മിസ്സിംഗ് ഫ്രീക്വൻസി കാണേണ്ട എല്ലാ പ്രോബ്ലത്തിലും ടോട്ടൽ ഫ്രീക്വൻസി ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ ഈ പ്രോബ്ലത്തിലും ടോട്ടൽ ഫ്രീക്വൻസി അവർ തന്നിട്ടുണ്ട്. എത്രയാ? 200 എന്ന് തന്നിട്ടുണ്ട്. ഞാനത് എഴുതാൻ വിട്ടുപോയതാണ്. സോ വാട്ട് ഈസ് ടോട്ടൽ ഫ്രീക്വൻസി ഗിവൺ? 200. അപ്പോൾ എന്ന് പറയുന്നത് ഓൾറെഡി അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാ? 200 ആണ്. അപ്പോൾ എവിടെയൊക്കെ രണ്ട് മിസ്സിംഗ് ഫ്രീക്വൻസി വരുന്നുണ്ടോ ആ കേസിലൊക്കെ ടോട്ടൽ അവർ തരും. ഓക്കെ, സോ നൗ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് ഫോർമുല. എ എന്ന് പറഞ്ഞാൽ എത്രയാ? 40 അല്ലേ, പ്ലസ് സിഗ്മ എഫ് ഡി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാ? 1200 പ്ലസ് 40 F2 ഡിവൈഡഡ് ബൈ, തൽക്കാലം എന്നുള്ളതിന് പകരം വാല്യൂ നമുക്കറിയാം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 200 എന്ന് കൊടുക്കാം. ഈക്വൽ ടു എത്ര വരുന്നത്? 50. സോ വെൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് യു വിൽ ബി ഗെറ്റിംഗ് എ എന്ന് പറഞ്ഞാൽ 40, സിഗ്മ എഫ് ടിയുടെ വാല്യൂ 1200 പ്ലസ് 40F2 ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ എത്രയാ? 200 ഈസ് ഈക്വൽ ടു വാട്ട് ഇറ്റ് വിൽ ബി? 50. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പോവാണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വരും. 40 പ്ലസ് 40നെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കാം അല്ലേ, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക്. സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഈസ് 1200 പ്ലസ് 40F2 ഡിവൈഡഡ് ബൈ 200 ഈസ് ഈക്വൽ ടു, അവിടെ 50 ഉണ്ട്, 40 ഇവിടുന്ന് അപ്പുറത്തേക്ക് വരുമ്പോൾ -40 എന്നാണ് വരിക കേട്ടോ. പ്ലസ് എന്നുള്ള ടേം അപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആയിട്ട് മാറി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. 200 അടിയിലുണ്ട് അല്ലേ, അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 1200 പ്ലസ് 40F2 ഈസ് ഈക്വൽ ടു 50 40 മൈനസ് ചെയ്താൽ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ്? 10 അല്ലേ. ഇനി 200നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 200 ആയിട്ടാ, ഇവിടെ സബ്ട്രാക്ട് ചെയ്തപ്പോൾ 10 ആയി, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറി അപ്പുറത്തേക്ക് വന്നപ്പോൾ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 40F2 അവിടെ നിർത്തിയിട്ട് 10 × 200 എന്ന് പറഞ്ഞാൽ അറിയാം 2000 ആണ് അല്ലേ. ഈ 1200 ഇത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2000 ആയി. ലെഫ്റ്റിലെ 1200നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -1200 എന്ന് വരും. ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യണം. ആദ്യം എന്താ ചെയ്തത്? ഒറ്റയ്ക്ക് നിൽക്കുന്ന ടേമാണ് ആദ്യം അപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ടത്. 40നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി,
-14 എന്നായി. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്തു. അതിനുശേഷം ഡിവിഷൻ അപ്പുറത്തേക്ക് എടുത്ത് മൾട്ടിപ്ലിക്കേഷൻ ആയി. അതിനുശേഷം ഈ 1200 അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ -1200 ആയി. നോക്കൂ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടുന്നു. 40F2 ഈസ് ഈക്വൽ ടു 2000 1200 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം എത്ര വരിക, 800 അല്ലേ. ദാറ്റ് മീൻസ് F2 ഈസ് ഈക്വൽ ടു 800. മൾട്ടിപ്ലിക്കേഷൻ എന്താവും, ഡിവിഷൻ ആവും, ബൈ 40 എന്ന് വന്നു. So what you will be getting is 800 divided by 40, which will be equal to what it will be 20. So F2 എന്ന് പറയുന്ന ഫ്രീക്വൻസി മിസ്സായിട്ടുള്ള നമുക്ക് കിട്ടി എത്രയാ, 20 will be the missing frequency. ഒരു സ്റ്റെപ്പായിട്ട് സിംപ്ലിഫൈ ചെയ്യുക. ഇതാണ് കുറച്ച് ബുദ്ധിമുട്ട്. ആദ്യം എന്ത് ചെയ്ത് 14 അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ -40 ആയി. പിന്നെ 200 അപ്പുറത്തേക്ക് വന്നപ്പോൾ ×200. പിന്നെ 1200 അപ്പുറത്തേക്ക് വന്നപ്പോൾ മൈനസ് ആയി. പിന്നെ 40 അപ്പുറത്തേക്ക് വന്നപ്പോൾ ഡിവിഷൻ 40 എന്നായി, വിച്ച് വിൽ ബി ഈക്വൽ ടു 20. ഇനി നമുക്കറിയാം n ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്, n ഈസ് ഈക്വൽ ടു 200 എന്ന് തന്നിട്ടുണ്ട്. n എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിലെ ഫ്രീക്വൻസികൾ ഇങ്ങനെയായിരുന്നു: 90, F1, 30, F2, 40. ഇതായിരുന്നു നമ്മുടെ ഫ്രീക്വൻസീസ് അല്ലേ. ഇതെല്ലാം കൂടി ആഡ് ചെയ്തതാണ് എന്ന് നമുക്കറിയാം. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നോക്കൂ, 90 + 30 എത്രയായി, 120. 120 + 40 എത്രയായി, 160. 160 ആണ് നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ വരിക. പിന്നെ അവിടെ ഒരു F1 ഉണ്ട്, പിന്നെ ഏതാ, F2. ഇതാണ് ടോട്ടൽ ഫ്രീക്വൻസി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. ഏതൊക്കെയാ, 160 + F1 + F2 എന്ന് പറയുന്നതാണ് n. ഈ n ഓൾറെഡി നമുക്ക് 200 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ n-ന് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം, 160 F1ഉം F2ഉം കൂടി ആഡ് ചെയ്തതാണ് എത്ര വരിക, 200 അല്ലേ. n ഓൾറെഡി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇതിലെ F2ൻ്റെ വാല്യൂ ഓൾറെഡി അറിയാം. 160 + F1 + F2 എന്ന് പറഞ്ഞാൽ എത്രയാ, 20 ഈസ് ഈക്വൽ ടു 200 എന്ന് വരും അല്ലേ. സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഈസ് F1 160 20 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയായി, 180 + F1 ഈസ് ഈക്വൽ ടു 200. അതിൽ നിന്ന് F1 ഈസ് ഈക്വൽ ടു what it will be, 200 minus 180 എന്നാവും അല്ലേ. 200 നിന്ന് 180 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരിക, 20. അപ്പോൾ F1 ഈസ് ഈക്വൽ ടു എത്ര തന്നെയാണ് വരിക, 20. ഇനി ഇത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. 160യുടെ കൂടെ 20 പിന്നെ 20, 160യുടെ കൂടെ 20 ആഡ് ചെയ്താൽ 180, 180 + 20 എത്രയാണ്, 200. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് 200 വരുന്നില്ലേ, നോക്കുക. അപ്പോൾ കറക്റ്റ് ആണ്. അപ്പോൾ F1 ഈസ് ഈക്വൽ ടു, so what is getting is F1 is equal to 20, F2 also equal to 20. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് മിസ്സിംഗ് ഫ്രീക്വൻസി. ഇത് എപ്പോഴും ഈക്വൽ ആവണമെന്നില്ല കേട്ടോ. ഈ ക്വസ്റ്റനിൽ രണ്ട് സെയിം ആയെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയാണ് മിസ്സിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. എന്താ ചെയ്യുക, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതാണോ മിസ്സായിട്ടുള്ള ഫ്രീക്വൻസി അതിൻ്റെ അഗെയിൻസ്റ്റ് വരുന്ന വാല്യൂ എന്ന് എടുക്കുക. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ടേം ഇല്ലാതാവും. ഒന്നുകിൽ F1 0 ആയി മാറും, അല്ലെങ്കിൽ F2 0 ആയിട്ട് മാറും. അപ്പോൾ നെക്സ്റ്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ n-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ രണ്ടാമത്തെ വാല്യൂ കിട്ടും. ഇങ്ങനെയാണ് മിസ്സിംഗ് ഫ്രീക്വൻസി കാണേണ്ട ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനത് ഒരു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. യു ക്യാൻ കംപ്ലീറ്റ് യുവർ സെൽഫ്. ഓക്കെ, വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു വിചാരിക്കുക. 7th ക്വസ്റ്റ്യൻ, ഫൈൻഡ് മോഡ് ഫോർ ദ ഫോളോയിങ് ഡാറ്റ. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 10 to 19, 20 29, 30 39, 40 49, 50 59. Frequency 4, 6, 18, 12, 5. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നോക്കൂ, ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നാൽ ഉടനെ മനസ്സിലാക്കേണ്ടത് ഇത് ഏത് ടൈപ്പ് പ്രോബ്ലം. ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും സെയിം അല്ല. ഇങ്ങനത്തെ കേസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻക്ലൂസീവ് ടൈപ്പ് എന്ന് പറയും അല്ലേ. ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഉടനെ ഇതിനെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം, എക്സ്ക്ലൂസീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് എക്സ്ക്ലൂസീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം? ക്ലാസ്, ഫ്രീക്വൻസി, രണ്ട് ഹെഡിങ് കൊടുത്തു. ക്ലാസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ, ഒരു ക്ലാസ്സിൻ്റെ ലാസ്റ്റ് വാല്യൂ 19, നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ഫസ്റ്റ് വാല്യൂ, അതായത് ഇതിൻ്റെ അപ്പർ ലിമിറ്റ് 19ഉം ലോവർ ലിമിറ്റ് 20 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. അതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 അല്ലെങ്കിൽ 0.5. ആ 0.5 അപ്പർ ലിമിറ്റ് എന്നൊക്കെ
മൈനസ് ചെയ്യണം, കറക്ഷൻ, അപ്പർ ലിമിറ്റിൻ്റെ കൂടെയൊക്കെ ആഡ് ചെയ്യണം, ലോവർ ലിമിറ്റിൻ്റെ കൂടെയൊക്കെ മൈനസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ 10 നിന്ന് 0.5 കുറയ്ക്കുക, അപ്പോൾ എത്ര വരിക 9.5. റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യുക, അപ്പോൾ എത്രയാവും 19.5. 20 നിന്ന് 0.5 കുറയ്ക്കണം, ലോവർ ലിമിറ്റിൽ നിന്ന് കുറയ്ക്കണം, 19.5. റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ 29.5. ഇതുപോലെ നെക്സ്റ്റ് വരുമ്പോൾ 29.5, 39.5, 39.5. ലെഫ്റ്റ് സൈഡിൽ നിന്നൊക്കെ കുറയ്ക്കുക, റൈറ്റ് സൈഡിലൊക്കെ ആഡ് ചെയ്യുക, 49.5, 49.5, 59.5. ഫ്രീക്വൻസി 4, 6, 18, 12, 5. ഫ്രീക്വൻസിക്ക് ചേഞ്ച് വരില്ല, വാല്യൂസ് ഇങ്ങനെ എക്സ്ക്ലൂസീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. നോക്കൂ, ഇതിൻ്റെ അപ്പർ ലിമിറ്റും നെക്സ്റ്റ് ലോവർ ലിമിറ്റും സെയിം ആയിട്ടല്ലേ വരണേ. അതിൻ്റെ അർത്ഥം എന്താ, ഇത് നമ്മൾ എക്സ്ക്ലൂസീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണ് മോഡ് കണ്ടുപിടിക്കാമെന്ന്, അതുപോലെ നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ദിസ് ഈസ് ദ വേ ടു ഡു. സോ ദിസ് ഈസ് ദ വേ ടു ഡു ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം. ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്തത്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കണം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.